തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു വിജയമൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പം ഉം. ഈ പറയുന്ന വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭയങ്കര കോൺഫിഡൻസോടെ നിൽക്കുകയാണ് കോൺഗ്രസ്. ഉം. അപ്പൊ കോൺഗ്രസ്സുകാർ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, 100 സീറ്റ് ഉം. 100 സീറ്റ് 100 സീറ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പം ഈ 100 സീറ്റ് എന്ന് പറയുന്ന അവരുടെ ഒരു ആഗ്രഹം അല്ലെങ്കിൽ അവരുടെ ഈ ഒരു വാദം അത് സാധിക്കൂ ശരിക്കും? 100 സീറ്റ് എന്ന് പറയുമ്പോൾ UDF-നാണ് മൊത്തത്തിൽ 100 സീറ്റ് പറയുന്നത്. 100 സീറ്റ് വിജയിച്ചിട്ട് ആ അധികാരത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. നമ്മൾ പരിശോധിക്കുമ്പോൾ വിജയിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. ഈ 100 സീറ്റിൽ വിജയിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ടോട്ടൽ സീറ്റ് മൊത്തം കൂടെ ചേർത്ത് 140 മണ്ഡലങ്ങളാണ് നമുക്ക് ഉള്ളത്. അതിൽ 27 സീറ്റ് മുസ്ലിം ലീഗിൻ്റെ സീറ്റുകളാണ്. പിന്നെ വന്നിട്ട് ഏകദേശം 8 സീറ്റുകൾ വന്ന് ഇവർക്കാണ്, നമ്മുടെ കേരള കോൺഗ്രസ് ജെയ്ക്കാണ്. പിന്നീട് CMPക്കുണ്ട്, RMP എന്നൊക്കെ പറഞ്ഞിട്ട് ഘടകകക്ഷികളും അതിനകത്ത് വരുന്നു, അസോസിയേറ്റ് അംഗം വരുന്നുണ്ട്. പിന്നെ 3 കോൺഗ്രസ് പിന്തുണയ്ക്കുന്ന 3 നേതാക്കന്മാർ, 3 സ്വതന്ത്രന്മാരുണ്ട് CPM നിന്ന് വന്ന്. എല്ലാം കൂടെ കാൽക്കുലേറ്റ് വരുമ്പോൾ കോൺഗ്രസിൻ്റെ മാത്രമായിട്ട് ഏകദേശം 90-ൽ താഴെ മാത്രമാണ് ഈ പറയുന്ന സ്ഥാനാർത്ഥികൾ വരിക. ബാക്കിയെല്ലാം ഈ പറയുന്ന പോലെ 3 പിന്തുണയ്ക്കുന്നു. അമ്പലപ്പുഴ, മലമ്പുഴ മുതല 4 വരും. മലമ്പുഴ, പിന്നെ പയ്യന്നൂര്, തളിപ്പറമ്പ് എന്നിങ്ങനെ 4 പിന്തുണയ്ക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഒരിടത്ത് ബേപ്പൂര്, ഈ പറയുന്ന പോലെ അങ്ങനെ എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അമ്പലപ്പുഴ സീറ്റിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രധാനപ്പെട്ട പ്രശ്നം, അമ്പലപ്പുഴ സീറ്റിൽ വലിയ പ്രാധാന്യമൊന്നും കൊടുക്കണ്ട എന്നുള്ളതാണ്. കാരണം അതൊരു അമ്പലപ്പുഴയിലെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ആലപ്പുഴയുടെ ഭാഗമാണ്, പുന്നപ്ര വയലാറിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അമ്പലപ്പുഴ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം സുധാകരൻ എന്ന് പറയുന്ന ഒരാളെ പാർട്ടി പ്രവർത്തകരടക്കം വർഗവഞ്ചകൻ എന്ന് തന്നെയാണ് വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പണ്ട് CPM-ൽ നിന്ന പ്രാധാന്യമൊന്നും സുധാകരൻ എന്ന് പറയുന്ന നേതാവിന് ഇല്ല. പിന്നെ സുധാകരൻ തൻ്റെ ഈ ധാർഷ്ട്യം കൊണ്ട് ഒരുപാട് പാർട്ടി പ്രവർത്തകരെ ആകെപ്പാടെ പിണക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അദ്ദേഹം പറയുന്ന പോലെ 90 വോട്ടുകൾ എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. 25,000-ഓളം വരുന്ന നിഷ്പക്ഷ വോട്ടുകൾ, 50,000-ഓളം വരുന്ന ഇവരുടെ വോട്ടുകൾ, അതായത് കോൺഗ്രസ് വോട്ടുകൾ, 5,000-ഓളം വരുന്ന BJP വോട്ടുകൾ എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ടാവും. പക്ഷെ അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. അത്രയും വോട്ടുകളൊന്നും, ഈ പറയുന്ന 90,000 വോട്ടുകളൊന്നും സുധാകരനെ സംബന്ധിച്ചിടത്തോളം അവിടെ ലഭിക്കാൻ പോകുന്നില്ലെന്നേ ആദ്യം അത് മനസ്സിലാക്കണം. അത്രയും വോട്ടുകളും സുധാകരൻ ലഭിക്കത്തില്ല. പിന്നെ തളിപ്പറമ്പിൽ TK ഗോവിന്ദൻ മാസ്റ്റർ ജയിക്കുമെന്ന് കോൺഗ്രസ്സുകാർക്ക് അങ്ങനെ ഒരു മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമുണ്ടെങ്കിൽ അത് തെറ്റാണ്. അവിടെ അത് അങ്ങനെ പിന്നെ TK ഗോവിന്ദൻ മാസ്റ്റർ അവിടെ ജയിക്കാനൊന്നും പോകുന്നില്ല. അത്രത്തോളം പ്രാധാന്യമുള്ള നേതാവൊന്നുമല്ല TK ഗോവിന്ദൻ മാസ്റ്റർ. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മലമ്പുഴയിൽ ഈ പറയുന്ന പോലെ ഇയാൾ ജയിക്കും, സുരേഷ് ജയിക്കും എന്നുള്ള ധാരണയൊന്നും വേണ്ട. സുരേഷ് VS-ന്റെ കിണ്ടിയും കോളാമ്പിയും താങ്ങി നടന്നെന്നും പറഞ്ഞുകൊണ്ട് പിന്നെ VS-ന്റെ എല്ലാ ഗുണഗണങ്ങളും കിട്ടിയ ഒരാളൊന്നും അല്ല. അപ്പോൾ അവിടെ നമ്മൾ പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഓൾറെഡി നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു 4 മണ്ഡലങ്ങൾ, 4 സീറ്റുകൾ ഇപ്പോൾ തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കൈവിട്ട് നിൽക്കുന്ന അവസ്ഥയിലാണ്. കുറഞ്ഞ 4 മണ്ഡലങ്ങൾ. പയ്യന്നൂർ കുഞ്ഞികൃഷ്ണൻ ജയിക്കുമെന്ന് വിചാരിക്കുന്നുണ്ട്. അവിടെ അതൊക്കെ പാർട്ടി ഗ്രാമങ്ങളാണ്. അവിടെ പാർട്ടിയെ പിന്നിൽ നിന്ന് കുത്തുന്നവർ അവിടെ വർഗവഞ്ചകന്മാരും പാർട്ടിയുടെ എതിരാളികളുമാണ്. സോ അവിടെ നിന്നുകൊണ്ട് കുഞ്ഞികൃഷ്ണൻ മത്സരിച്ചാലും ഗോവിന്ദ മാസ്റ്റർ മത്സരിച്ചാലും അമ്പലപ്പുഴയിലേക്ക് എത്തുമ്പോൾ സുധാകരൻ മത്സരിച്ചാലും അവിടോട്ട് പിന്നെ അങ്ങോട്ട് മലമ്പുഴയിൽ വന്ന് അങ്ങേര് മത്സരിച്ചാലും വലിയ കാര്യമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിലവിൽ ഒരു 4 സീറ്റ് UDF-ന് നഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ ആശങ്ക ഒന്നും തന്നെ വേണ്ട. അപ്പോൾ തന്നെ 140-ൽ നിന്ന് 4 സീറ്റോളം പോയി കിട്ടി. അപ്പോൾ ഇങ്ങനെ ബാക്കി 136 സീറ്റ്, അതിൽ മുസ്ലിം ലീഗിന് എല്ലാ സീറ്റും കിട്ടുമെന്ന് വിചാരിച്ചു. അപ്പോഴും ഈ പറയുന്ന പോലെ കോൺഗ്രസ് തത്തുല്യമായി ഇവിടെ ജയിപ്പിക്കണം. കോൺഗ്രസിന്റെ നേതാക്കന്മാരെല്ലാം, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെല്ലാം എല്ലാവരും ജയിക്കണം. അങ്ങനെ ജയിക്കാൻ പറ്റിയ ഒരു സാഹചര്യം ഇപ്പോൾ കേരളത്തിലുണ്ടോ? ജനങ്ങൾ ചിന്തിക്കുന്നത് എന്താ? ഇപ്പോൾ ആളുകൾ ചിന്തിക്കുന്നത് എന്തിന് കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്ന ഒരു ചോദ്യം ജനങ്ങളുടെ മനസ്സിലുണ്ട്. അത് നമ്മൾ മാറ്റാൻ പറ്റില്ല. എന്തുകൊണ്ട് UDF-നെ ഞങ്ങൾ ജയിപ്പിക്കണം, അധികാരം കൊടുക്കണം എന്ന് ചിന്തിക്കുമ്പോൾ ജനങ്ങളുടെ മനസ്സിലേക്ക് ചില ഉത്തരങ്ങളുണ്ടാവും. ആ ഉത്തരങ്ങൾ ഉണ്ടാകുന്നത് പല ചോദ്യങ്ങളിൽ നിന്നാണ്. ആ ചോദ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ 2016 മുതൽ 2016 വരെയുള്ള ഒരു കാലഘട്ടത്തിൽ, 11 മുതൽ 16 വരെയുള്ള കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി അധികാരത്തിലിരുന്ന കാലത്ത് എന്താണ് ഇവിടെ സംഭവിച്ചത് എന്നുള്ളത് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്നവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. അതായത് ഉമ്മൻചാണ്ടി കാലത്ത്
എന്താണ് സംഭവിച്ചത്. ഇപ്പൊ ഒരു 18 വയസ്സ് വോട്ട് ചെയ്യാൻ തുടങ്ങുന്ന ഒരാൾക്ക് അന്ന് 8 വയസ്സ് മാത്രം പ്രായം, ഉമ്മൻചാണ്ടി അധികാരം ഒഴിയുന്ന സമയത്ത്. അപ്പോൾ അവർക്ക് വലിയ ആ ഉമ്മൻചാണ്ടി കാലത്തെ കുറിച്ച് വ്യക്തമായ ബോധമൊന്നും ഉണ്ടാവണമെന്നില്ല. അതേസമയം കുറച്ചുകൂടെ ഒക്കെ മുതിർന്ന ആളുകൾക്കും സ്കൂളിൽ ആ കാലത്ത് പഠിച്ച ആൾക്കാർക്കും ഒക്കെ മനസ്സിലാവും എന്തായിരുന്നു അന്ന് ഉമ്മൻചാണ്ടിയുടെ കാലം. ഈ ഉമ്മൻചാണ്ടിയെ തന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് MLA മാർ മാറി നിൽക്കുന്നു. ഈ MLA മാർ ഉമ്മൻചാണ്ടിക്കെതിരെ ശക്തമായ പ്രവർത്തനം നടത്തുന്നു. അങ്ങനെ ഉമ്മൻചാണ്ടിക്ക് പണി കൊടുക്കുന്നു, പിന്നിൽ നിന്ന് കുത്തുന്നു. കൂടെ നടന്ന് വിശ്വസിച്ച് കൊണ്ടു നടന്നവർ പോലും കുതുകാല് വെട്ടുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. എന്നാൽ സ്ഥിതിഗതികൾ മാറുന്നില്ല, ആളുകൾ മാറി എന്ന് മാത്രമേ ഉള്ളൂ. ആ കോൺഗ്രസിന് അന്നുണ്ടായിരുന്ന അതേ അവസ്ഥ തന്നെയാണ് ഇന്നും നിലവിലുള്ളത്. ഇപ്പൊ നമ്മൾ നോക്കിയ രമേശ് ചെന്നിത്തല, VD സതീശൻ, KC വേണുഗോപാൽ, K സുധാകരൻ, ഹൈബി ഈഡൻ, നമ്മൾ ഇങ്ങോട്ട് നോക്കുമ്പോൾ MK രാഘവൻ, BK ശ്രീകണ്ഠൻ, ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ, ഇങ്ങനെയൊക്കെ കുറെ നേതാക്കന്മാർ ഇങ്ങനെ നിൽക്കുകയാണ്. ഇതില് പറഞ്ഞ ഈ പല നേതാക്കന്മാരും ഇന്ന് മത്സരരംഗത്തേക്ക് ഇല്ല എന്നുള്ളതാണ്. അവരെല്ലാം പലരും MP മാരാണ്. ഈ MP മാരെ കൊണ്ട് എന്തെങ്കിലും ഗുണം ലോക്സഭയിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു തേങ്ങയില്ല, അത് വസ്തുതയാണ്. അപ്പൊ ഇങ്ങനെ പറയുന്ന ഒരു വിഭാഗം ആളുകൾ മാറി നിൽക്കുന്നു. പിന്നെ ഇവിടെ മത്സരിക്കുന്ന ചെന്നിത്തല, VD സതീശൻ, ഇപ്പൊ പിന്നെ അങ്ങനെയുള്ള 1-2 മുഖങ്ങളല്ലാതെ ഒരു പ്രസക്തനായ ഒരു വ്യക്തി എന്ന് പറഞ്ഞുകൊണ്ട് ആരാണ് എവിടെയാണ് മത്സരിക്കുന്നത്? ശക്തനായ ഒരു നേതൃത്വം, അല്ലെ ശക്തനായ ഒരു നേതാവ് എന്ന് പറഞ്ഞുകൊണ്ട് അബിൻ വർക്കി ഇപ്പൊ ഇവിടെ മത്സരിക്കുന്നു. അബിൻ വർക്കി ഇപ്പൊ എന്താ, പാർട്ടിയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കിയ ഒരാളല്ലേ അബിൻ വർക്കി. ഏറെക്കാലം ചർച്ച ചെയ്യപ്പെടാതെ പോയ, അല്ലെങ്കിൽ കുറച്ച് നാളായിട്ട് എന്നാലും പറയപ്പെടുന്നുണ്ടെങ്കിൽ തന്നെയും വയനാട്ടിലെ കാര്യം ആൾക്കാരെല്ലാം ഒന്ന് മറന്നിരിക്കുന്ന സമയത്ത് അബിൻ വർക്കി വീണ്ടും എടുത്തിടുകയാണ് ചെയ്തത്. അതിപ്പോ വീണ്ടും ചർച്ചയിലേക്ക് വരുന്നു. DYFI അതിനെതിരെ കുടിൽ കെട്ടി സമരത്തിലേക്ക് പോകുന്നു. അപ്പം കോൺഗ്രസ് പാർട്ടി ഇവിടെ വയനാട് ചൂരൽമല നിവാസികൾക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ വീണ്ടും ഒരു പൊതു ചർച്ചയിലേക്ക് കൊണ്ടെത്തിച്ച ഒരു നേതാവായി അബിൻ വർക്കി മാറുകയാണ്. അപ്പം നമ്മൾ നോക്കുമ്പോൾ ഇവിടെ മെയിൻ സ്ട്രീം ഇരിക്കുന്ന പല നേതാക്കന്മാരും മത്സരരംഗത്ത് ഇല്ലെന്നേ. അപ്പം പിന്നെ MP മാരും തന്നെ മത്സരിക്കുന്നില്ല. അപ്പം ഇവര് അവരുടെ കൂട്ടത്തിലുള്ള ഒരു ക്രീമായിട്ടുള്ള കുറെ നേതാക്കന്മാരെ ലോക്സഭയിലേക്ക് പറഞ്ഞു വിട്ടു. നിയമസഭയിലേക്ക് മത്സരിക്കാൻ ഇവിടെ എണ്ണക്കുറവാണ്. കോൺഗ്രസ് പാർട്ടിയിൽ എണ്ണക്കുറവാണ്. നമ്മൾ നോക്കിയാൽ മനസ്സിലാവും എത്ര പ്രഗത്ഭന്മാർ മത്സരിക്കുന്നുണ്ട്. ഓരോ ജില്ല എടുത്ത് നമ്മൾ പരിശോധിച്ച് നോക്കും. ഇപ്പം പിന്നെ നമുക്ക് കേട്ടറിവുള്ളതാണ് എൽദോസ് കുന്നപ്പള്ളി. 15,000 ഒക്കെ ജയിക്കുമെന്ന് പറയുന്നത്. പക്ഷെ വലിയ കാര്യമൊന്നുമില്ല, ജയിക്കാനൊന്നും പോകുന്നില്ല. അത്രയൊന്നും അവിടെ നിന്ന് കഴിഞ്ഞിരുന്നെങ്കിലും ഇപ്പൊ തന്നെ ഭൂരിപക്ഷം വളരെ കുറവാണ്. ഇപ്പൊ നമ്മൾ തിരുവനന്തപുരം ജില്ലയിലേക്ക് എടുത്താൽ എത്ര പ്രഗത്ഭന്മാരാണ് മത്സരിക്കുന്നത്? തിരുവനന്തപുരത്ത് പിന്നെ ആകപ്പാടെ മത്സരിക്കുന്ന ഒരു പ്രഗത്ഭൻ എന്ന് നമുക്ക് തോന്നിയ ഒരാള് K മുരളീധരനാണ്. പിന്നെ ഒരാളുള്ള അരുവിക്കരയിൽ ശബരിനാഥൻ. കേട്ട് പഴകിയൊരു പേര്. അല്ല, ശബരിനാഥിന് പാർലമെന്ററി രാഷ്ട്രീയത്തിൽ വലിയൊരു മുൻതൂക്കം കൊടുക്കത്തക്ക പ്രാധാന്യമൊന്നും ശബരിനാഥനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ബാക്കി ആരുണ്ട് തിരുവനന്തപുരത്ത് ശക്തനായ ഒരു സ്ഥാനാർത്ഥി? K മുരളീധരനെ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ അങ്ങനെ ശക്തർ എന്ന് പറയാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥി നിർണയം നടന്നിട്ടില്ല. പിന്നെ ആകെയുള്ള തിരുവനന്തപുരം സെൻട്രൽ CP ജോൺ, CMP കാരനാണ്, കോൺഗ്രസ്സുകാരനല്ല. അപ്പൊ കൊല്ലത്തേക്ക് വന്ന് നോക്കൂ. പിന്നെ നമുക്കറിയാം PC വിഷ്ണുനാഥ് മത്സരിക്കുന്നു. പിന്നെ അവർ ഭയങ്കര ശക്തയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഐഷ പോറ്റിയെ മത്സരിപ്പിക്കുന്നു. അപ്പൊ അവിടെ ഐഷ പോറ്റിയെ മത്സരിപ്പിക്കും. വേറെ ഏതെങ്കിലും സേഫ് ആയിട്ടുള്ള ഒരു മണ്ഡലത്തിലല്ലേ ഐഷ പോറ്റിയെ കൊടുക്കേണ്ടത്? KN ബാലഗോപാലിനെതിരെ ഐഷ പോറ്റി ഇടുന്നുണ്ട്, എന്താ കാര്യം? അവിടെ KN ബാലഗോപാൽ ജയിച്ചു കയറും. അപ്പം ഈ പലയിടങ്ങളിലും നമ്മൾ പരിശോധിച്ചാൽ ഇപ്പൊ RSPക്കാണ് ഏറ്റവും കൂടുതൽ സീറ്റുകൾ. ഇപ്പൊ ചവറ, ഇരവിപുരം, കുന്നത്തൂര് ഈ തുടങ്ങിയ മണ്ഡലങ്ങളിൽ ഏകദേശം 3-4 മണ്ഡലങ്ങൾ അവർ കൊണ്ടുപോയി. അപ്പൊ പിന്നെ വേറെ മത്സരിക്കാൻ സ്ഥാനാർത്ഥികൾ ഇല്ലാത്തൊരു അവസ്ഥയുണ്ട്. ആലപ്പുഴയിലേക്ക് നോക്കൂ. ആലപ്പുഴയിൽ എത്ര സ്ഥാനാർത്ഥികളെ പറയാൻ പറ്റും? ആലപ്പുഴയിലും കരുത്തരെന്ന് പറയാൻ പറ്റിയ സ്ഥാനാർത്ഥികളെ ആലപ്പുഴ മണ്ഡലത്തിൽ എവിടെയും കായംകുളത്ത് M ലിജുവിനെ നിർത്തിയിട്ടുണ്ട്. M ലിജു ആണ് ഒരുമാതിരിയെങ്കിലും. പക്ഷേ ആ M ലിജുവിനെ സംബന്ധിച്ചിടത്തോളം M ലിജു എവിടെയും ജയിച്ചിട്ടില്ല. ഇപ്പൊ ഇത് M ലിജുവിനെ സംബന്ധിച്ച് 4ാമത്തെ മത്സരമാണ്. 3 തവണയും M ലിജു അങ്ങ് മത്സരിച്ചിട്ടില്ല. അപ്പൊ പിന്നെ എവിടെയാണ് ഒരു കരുത്തൻ? G സുധാകരൻ കരുത്തനാണോ? അല്ല. G സുധാകരനെ സംബന്ധിച്ചിടത്തോളം G സുധാകരൻ ഒരു പാർട്ടി വിട്ടു വന്ന അമ്പലപ്പുഴയിൽ. അപ്പം അങ്ങോട്ട് ഓരോ ഇടത്ത് ഷാനിമോൾ ഉസ്മാൻ ഇവിടെ തുറവൂര് പിന്നെ അരൂര് മത്സരിക്കുന്നു. അരൂര് മത്സരിക്കുന്ന ഷാനിമോൾ ഉസ്മാനെ സംബന്ധിച്ചിടത്തോളം അവിടെ ദലീമ ജോർജുമാണ് അവിടെ മത്സരിക്കുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴും ഷാനിമോൾ ഉസ്മാൻ അത്ര വലിയ ശക്തയായ നേതാവല്ല. അപ്പൊ ഇങ്ങനെ പലയിടങ്ങളിലും നമ്മൾ പരിശോധിക്കുമ്പോൾ, പല മണ്ഡലങ്ങളെടുത്ത് പരിശോധിക്കുമ്പോഴും, ഇപ്പൊ തൊടുപുഴ കേരള കോൺഗ്രസിന്റെയാണ്. അവിടെ മത്സരിക്കുന്ന അബു ജോൺ ജോസഫാണ്. അതായത് പിന്നെ PJ ജോസഫിന്റെ മകനാണ് മത്സരിക്കുന്നത്. ഇങ്ങനെ പല മണ്ഡലങ്ങളെടുത്ത് നോക്കുമ്പോഴും കരുത്തൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥികളൊന്നും തന്നെ UDF അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് എത്തുന്നില്ല. പിന്നെയും നമ്മൾ കുറച്ചുകൂടെ നല്ല സ്ഥാനാർത്ഥികൾ എന്ന് പറയാൻ പറ്റുന്ന മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികളാണ്. ഇപ്പൊ കുഞ്ഞാലിക്കുട്ടി സാഹിബ് മത്സരിക്കുന്നുണ്ട്, PK ഫിറോസ്, പിന്നെ KM ഷാജി തുടങ്ങിയ നിരവധി അവരുടേതായ കുറേയധികം നേതാക്കന്മാർ അവിടെ മത്സരിക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം കോൺഗ്രസിനെ സംബന്ധിച്ച് നോക്കിക്കോളൂ, ആ ഒരു നിര വളരെ പരിതാപകരമായ നിരയാണ്. ഇപ്പൊ വേറൊരു ആൾ മത്സരിക്കുന്നത് നമുക്കറിയാവുന്ന പോലെ പാലക്കാട് മത്സരിക്കും രമേശ് പിഷാരടി. പുള്ളി എന്താണ് പാർലമെന്ററി കാര്യം? പിന്നെ ചിറയൻകീഴ് മത്സരിക്കുന്നു. ചിറയൻകീഴ് മത്സരം MA ഹരിദാസ്. എന്താ പ്രയോജനം?
അല്ലെ, ചിറയൻകീഴ് എന്ന് പറയുന്നത് രമ്യ ഹരിദാസിനെ സംബന്ധിച്ചിടത്തോളം രമ്യ ഹരിദാസിന്റെ ഒരു മണ്ഡലമേ അല്ല. രമ്യ ഹരിദാസിന് ഒട്ടും പ്രാധാന്യമില്ലാത്ത, രമ്യ ഹരിദാസ് എത്തുന്നതിന് മുമ്പ് തന്നെ പ്രശ്നം ഉണ്ടാക്കിയ ഒരു മണ്ഡലമാണത്. അങ്ങോട്ട് നോക്കിക്കോളൂ. ഇപ്പൊ ഹരിപ്പാട് ആകെ മത്സരിക്കുന്ന രമേശ് ചെന്നിത്തല മത്സരിക്കുന്നു. എറണാകുളം ജില്ലയിൽ അത്യാവശ്യം ഫേമസ് ആയിട്ട് നിൽക്കുന്ന ഒരാൾ പിന്നെ 1-2 പേരുണ്ടാവും, അല്ലാതെ വേറെ ആരും അവിടെ മത്സരിക്കുന്നില്ല. ഇവിടെ അപ്പോൾ അതിലേറ്റവും പ്രാധാന്യം വി.ഡി. സതീശനാണ് എറണാകുളം ജില്ലയിൽ. അപ്പോൾ അങ്ങനെ ഓരോ മണ്ഡലം, ഇപ്പം പിന്നെ ഒല്ലൂരല്ലല്ലോ, നമ്മുടെ മണലൂരേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ടി.എൻ. പ്രതാപൻ മത്സരിക്കുന്നു. ഇങ്ങനെ ഓരോ ഭാഗങ്ങളിലും ഓരോ ജില്ലകൾ കേന്ദ്രീകരിച്ച് 2-3 അല്ലെങ്കിൽ 1-2 ഒരു ശക്തരായ സ്ഥാനാർത്ഥികൾ മാത്രമാണ് നിലവിൽ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഈ കോൺഗ്രസ് പാർട്ടി എങ്ങനെയാണ് ഈ പറയുന്ന അല്ലെങ്കിൽ ഇവർ അവകാശപ്പെടുന്ന ആ ഒരു ടാർഗറ്റിലേക്ക് എത്തിപ്പെടുക? മറ്റൊരു പൂർണ്ണമായും ജയിച്ചാൽ ഒരു 50 സീറ്റെങ്കിലും മിനിമം പിടിക്കണ്ടേ? ഒരു 50 സീറ്റ് അല്ല 40 സീറ്റെങ്കിലും പിടിക്കേണ്ടി വരും. കഴിഞ്ഞ തവണ 21 സീറ്റ് മാത്രം പിടിച്ചതാണ്. UDF ഒരു തുടർഭരണ സാധ്യതയിലേക്ക് എത്തുന്ന സാഹചര്യത്തിൽ UDF വെറും 21 സീറ്റ് മാത്രമാണ് പിടിച്ചത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. അപ്പൊ ഇത്തവണ എത്രയുണ്ടാവും? 30 കൂട്ടിക്കോളൂ. എത്ര വരാൻ സാധ്യതയുണ്ട്? ഒരു 30-35 സീറ്റ് പിടിച്ചാൽ തന്നെയും ഈ പറയുന്ന 100 എന്ന് പറയുന്ന ഒരു ടാർഗറ്റിലേക്ക് എത്തില്ല. അതിൽ 35 സീറ്റ് തന്നെ കോൺഗ്രസ് പാർട്ടി പിടിച്ചാൽ ഇവിടെ നമ്മൾ പരിശോധിച്ചാൽ ലീഗ് ഫുള്ള് പിടിക്കേണ്ടി വരും. ലീഗിന് 27 സീറ്റ് ലീഗ് കൊണ്ടുവരേണ്ടി വരും. ബാക്കി ഘടകകക്ഷികളെല്ലാം ജയിക്കേണ്ടി വരും. ഈ പറയുന്ന RMPയും പിന്നെ അതോടൊപ്പം തന്നെ CMPയും എല്ലാ നേതാക്കന്മാരും ജയിക്കേണ്ടി വരും. അവരുടെ ഘടകകക്ഷികളും അവരുടെ അസോസിയേറ്റ് അംഗങ്ങളും എല്ലാവരും ജയിച്ചാൽ അവർ നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥികൾ ഈ പറയുന്ന കേരള കോൺഗ്രസിന്റെ സീറ്റുകളെല്ലാം 8 സീറ്റ് അടപടലം ചെയ്യുന്ന സീറ്റുകളാണ്. മൊത്തത്തിൽ നമുക്ക് എങ്ങനെ കണക്കൂട്ടാൻ പറ്റും? മൊത്തത്തിലൊരു ഈ പറയുന്ന പോലെ തുടർഭരണം അല്ലെങ്കിൽ തുടർഭരണത്തിനുള്ള സാധ്യതകളാണ് നമ്മൾ കാണേണ്ടത്. ഇപ്പൊ നിലവിലുള്ള ഞാൻ ഈ പറഞ്ഞ പോലെ 1-2 അല്ലെങ്കിൽ ഓരോ ജില്ല കേന്ദ്രീകരിച്ച് 1-2 ശക്തരായ സ്ഥാനാർത്ഥികളല്ലാതെ കോൺഗ്രസിനെ സംബന്ധിച്ച് പിന്നെ ബാക്കി എല്ലായിടത്തും നിർത്താൻ പറ്റിയ നേതാക്കന്മാരില്ല എന്നുള്ളത് കോൺഗ്രസിന്റെ ആ ഒരു അപര്യാപ്തത തന്നെയാണ്. അതിനകത്ത് ഒന്നും കുറ്റം പറയാൻ പറ്റില്ല. പിന്നെ ആകപ്പാടെ ഉള്ളത് ലീഗിന്റെ സ്ഥാനാർത്ഥി നിർണയം. ലീഗിന് 27 പിടിച്ചു. ഒരു 30 സീറ്റ് ലീഗും ഇവരെല്ലാം കൂടെ ചേർത്ത് ഈ അബു ജോൺ ജോസഫിന്റെ നേതൃത്വത്തിൽ ഇപ്പൊ PJ ജോസഫിന്റെ കേരള കോൺഗ്രസിനൊക്കെ ഈ പറയുന്ന നേട്ടമൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല. 8 കൂടി വന്ന ഒരു 4 ജയിച്ച് ഇപ്പൊ മോൻസ് ജോസഫ് ചിലപ്പോൾ ജയിക്കുമായിരിക്കും. അല്ലാതെ വേറെ ജയിക്കത്തക്ക ക്വാളിറ്റി ഉള്ള നേതാക്കന്മാരും ഈ പറയുന്ന ജോസഫിന്റെ കൂട്ടത്തിലും ഇല്ല. നേതാക്കന്മാരില്ല അവർക്ക്. ജോസഫ് ഗ്രൂപ്പിന് ഏകദേശം അതൊക്കെ പൊളിഞ്ഞ് പാളീസായി നിൽക്കുന്ന സാഹചര്യമാണ്. അപ്പൊ ജോസഫ് ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം നേതാക്കന്മാരില്ല. അവർക്ക് കൂടി വന്ന് 2 സീറ്റ് കിട്ടുമായിരിക്കും. 2-3 സീറ്റ്, മാക്സിമം ഒരു 3 സീറ്റ് കിട്ടും. കാര്യം അവർ കഴിഞ്ഞ തവണ മത്സരിച്ചപ്പോൾ സ്ട്രൈക്ക് റേറ്റ് വളരെ കുറവാണ്. അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഈ 8 സീറ്റ് എടുത്ത് വന്ന് 2-3 സീറ്റ് കയറി വരുന്നതുകൊണ്ട് പ്രയോജനമുണ്ടോ? ബാക്കി വരുന്ന 6 സീറ്റോ അല്ലെങ്കിൽ 5 സീറ്റോ തോറ്റു. മനസ്സിലായില്ലേ? അപ്പൊ അവിടെ വന്നൊരു 3 സീറ്റ് ഘടകകക്ഷികളെല്ലാം കൂടെ ചേർത്ത് വരുമ്പോൾ എങ്ങനെ പോയിരുന്നാലും ഒരു കഷ്ടിച്ച് ഇനിയും ഇൻ കേസ് UDF ജയിക്കുകയാണെന്ന് വിചാരിച്ചു ഒരു 80 സീറ്റിനപ്പുറത്തേക്ക് UDF പ്രതീക്ഷിക്കുകയേ വേണ്ട. പരമാവധി ഒരു 80 സീറ്റ്. എന്നാലും നമുക്ക് പറയാൻ പറ്റത്തില്ല, ചിലപ്പോൾ ഒരു കേവല ഭൂരിപക്ഷത്തിലേക്കൊക്കെ എത്തുന്ന തലത്തിലേക്ക് മാത്രം. അതല്ലാതെ അതിനപ്പുറത്തൊരു സീറ്റ് ഇപ്പൊ ബേപ്പൂര് ഏകദേശം തോൽവി ഉറപ്പിച്ചിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ നോക്കിയ കൊട്ടാരക്കര അത് ഏകദേശം തോൽവി ഉറപ്പിച്ചിരിക്കുന്ന സീറ്റാ. കൊല്ലം അത് ഏറെക്കുറെ തോൽവി ഉറച്ചിരിക്കുന്ന, പിന്നെ ചിറയൻകീഴ് തോൽവി ഉറപ്പിച്ചിരിക്കുന്ന സീറ്റാ. കാര്യം അവിടെ ജയിക്കാൻ സാധ്യതയില്ല. ഇപ്പം പിന്നെ അമ്പലപ്പുഴ തോൽവി. ഞാൻ നേരത്തെ 4 സീറ്റിന്റെ കാര്യം പറഞ്ഞില്ലേ, 4 സീറ്റ് ഓൾറെഡി പോയി. പാലക്കാട് പോയി, 5ആയി. പാലക്കാട് മിക്കവാറും ശോഭാ സുരേന്ദ്രൻ തന്നെ ജയിക്കാനാണ് സാധ്യത. 2ാം സ്ഥാനത്തേക്ക് എങ്ങാനും വന്നു, അത്രയേ ഉള്ളൂ. പിന്നെ ഇങ്ങോട്ട് നോക്കിയാൽ ബേപ്പൂര് പോയി. ബേപ്പൂര് അവിടെ ജയിക്കാൻ സാധ്യതയില്ല. പിന്നെ KK രമയ്ക്ക് ഇപ്പോൾ ഒരു KK രമ വിരുദ്ധ വികാരം വടകരയിൽ നടക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ നമ്മൾ പോകുന്ന സീറ്റുകൾ മാത്രം. ഇപ്പം കൊട്ടാരക്കര പോകുന്നുണ്ട്, കൊല്ലം പോകുന്നുണ്ട്. അപ്പൊ കൊല്ലം ജില്ലയിൽ നിന്ന് തന്നെ 2 സീറ്റ് ഓൾറെഡി UDF നഷ്ടപ്പെട്ടു കഴിഞ്ഞു. പിന്നെ പിന്നെ ഇരവിപുരം ഷുവറായിട്ട് ഇരവിപുരം പോയി. ഇരവിപുരം സ്ഥാനാർത്ഥി നൗഷാദ് നിന്ന സമയത്ത് തന്നെ അവിടെ പോയി. RSPയുടെ കയ്യിൽ നിന്ന് പോയത്. അത് ഇപ്പൊ നൗഷാദിന്റെ കയ്യിലാണ് ഇരവിപുരം സീറ്റ് ഇരിക്കുന്നത്. അപ്പൊ ഇരവിപുരവും പോയി. അപ്പോൾ കൊല്ലം ജില്ലയിൽ നിന്ന് തന്നെ നമ്മൾ എണ്ണിയപ്പോൾ എത്ര സീറ്റ് പോയി? പിന്നെ കരുനാഗപ്പള്ളി കിട്ടുമായിരിക്കും. പിന്നെ ചവറ ചിലപ്പോൾ എന്തെങ്കിലും ഒരു മാജിക്കാണെന്നിട്ട് ചവറ ചിലപ്പം ഷിബു ബേബി ജോണ് കിട്ടും. കുന്നത്തൂര് നഷ്ടപ്പെടും. കുന്നത്തൂര് അവിടെ പിന്നെ കോവൂർ കുഞ്ഞുമോൻ തന്നെ ആയിരിക്കും അവിടെ നിന്ന് ഇതാവാൻ പോകുന്നത്. അപ്പൊ എത്ര സീറ്റുകളാണ് നമ്മൾ വെറുതെ റാൻഡം ആയിട്ട് എണ്ണുമ്പോൾ. ഇപ്പൊ പേരാവൂര് ഇപ്പൊ ഈ പറയുന്ന പോലെ പേരാവൂര് ചെറിയ സംശയത്തിന്റെ പുറത്ത് നിർത്താം. സണ്ണി ജോസഫ് ജയിക്കുമോ അല്ലെങ്കിൽ ശൈലജ ടീച്ചർ ജയിക്കുമോ അങ്ങനെയൊക്കെ പറയുന്ന ചില സംശയത്തിന്റെ മുനകളിൽ നിൽക്കുന്ന സീറ്റുകൾ മാത്രമേ ഉള്ളൂ. അത് കോൺഗ്രസിന് അടിസ്ഥാനപരമായി കൊള്ളാവുന്ന സീറ്റുകളിൽ ഇല്ല, ആൾക്കാരില്ല എന്ന് പറയുന്ന ഒരു പോരായ്മയുണ്ട്. അങ്ങനെ ആൾക്കാരില്ലാത്ത ഒരു പോരായ്മ കൊണ്ട് തന്നെയാണ് പിന്നെ അമ്പലപ്പുഴയിലും ഈ തളിപ്പറമ്പിലും പയ്യന്നൂരും മലമ്പുഴയിലും ഒക്കെ ഈ രീതിയിൽ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കേണ്ടി വന്നത്. അതൊരു വലിയ പ്രതിസന്ധി തന്നെയാണ്. ഈ പ്രതിസന്ധിയെ ഓവർകം ചെയ്തിട്ട് വേണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം
അതുകൊണ്ടാണ് ഇപ്പൊ ഈ SDPI LDF പിന്തുണയ്ക്കുന്നു എന്ന് പറയുമ്പോൾ ഇവർക്കൊരു ദേഷ്യം ഉണ്ടാകാൻ കാരണം അതാ, കയ്യിൽ നിന്ന് പോകുന്നു. അപ്പൊ ആ ഒരു തോന്നൽ, ആ ഒരു വെപ്രാളം അവർക്കുണ്ട്. അത് പൊതുധാരയിൽ ചർച്ചയ്ക്ക് കൊണ്ടുവന്ന് ഇനിയും പറയുന്ന ഭൂരിപക്ഷ വോട്ടുകൾ കേന്ദ്രീകരിക്കപ്പെടാൻ വേണ്ടിയിട്ടുള്ള അടുത്ത ശ്രമത്തിലേക്കാണ് കോൺഗ്രസ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ചെറിയ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള സിറ്റുവേഷൻസ് പ്രതിരോധത്തിലാണ് ശരിക്കും UDF എന്ന് പറയുന്ന മുന്നണിയും പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിയും. അപ്പൊ അതുകൊണ്ട് ഒരു 70 മുതൽ ഒരു 75 വരെ ഉള്ള സീറ്റുകൾ മാത്രം ജയിക്കുകയാണെങ്കിൽ UDF കിട്ടുകയുള്ളൂ. അതിനപ്പുറത്തേക്ക് പോകാനുള്ള സാധ്യതകൾ തീരെ കുറവാണ് എന്നുള്ളതാണ് വസ്തുത.